ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സുപ്രധാനമായൊരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 10 വർഷം തികച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ അമ്പലത്തിലാണ് എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഇത് മൂലോത്തുകുന്ന് ശ്രീ കൈരാതി കിരാത ക്ഷേത്രമാണ്. ഇരിട്ടിയിലാണിത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 10 വർഷം പിന്നിടുമ്പോൾ അന്ന് നമ്മൾ തനിച്ചായിരുന്നു രണ്ടുപേരും. ഇന്ന് 3 കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്. അവരുടെ കൈയും പിടിച്ച് ഈ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു വർഷവും കൂടി എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രാവിലെ ഒരു ചെറിയ ലൈവൊക്കെ കഴിഞ്ഞു. കൂട്ടുകാരെല്ലാവരും വിഷ് ചെയ്തു. അവരുടെ വിഷൊക്കെ കേട്ട് മനസ്സ് നല്ലോണം നിറഞ്ഞിട്ട് അവരോടൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലാ വർഷത്തിനേക്കാളും കൂടുതൽ ഇന്ന് മാധുര്യം കൂടുതലാണ്. കാരണം പാറൂട്ടി ജനിച്ചിട്ട് അവളെയും കൂട്ടി ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലോട്ട് ഞങ്ങൾ വരുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. പിന്നെ അമ്പലത്തിലെത്തി എല്ലാ വർഷവും നമ്മൾ നെയ്വിളക്കാണ് കഴിക്കാറ്. അപ്പോൾ നെയ്വിളക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ക്യൂ ഉണ്ട്. അപ്പോൾ കുറച്ച് നെയ്വിളക്കും പുഷ്പാഞ്ജലിയും ഒക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിന്നു. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരുടെ പേരിലും ഓരോ നെയ്വിളക്ക് വാങ്ങിച്ചു. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി തൊഴുതു. ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല. കാരണം അമ്പലത്തിനുള്ളിലോട്ട് നമുക്കറിയാം വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായി മനസ്സുരുകി പ്രാർത്ഥിച്ചു. പുറത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നാഗസ്ഥാനമാണ്. നാഗസ്ഥാനം നമുക്കറിയാം നാഗസ്ഥാനമാണ്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, കാറ്റും ഒക്കെയായി പച്ചപ്പൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. കുറച്ച് നേരം കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അമ്പലത്തിനിടയിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അമ്പലത്തിലിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ വന്നത്. വലിയ മരങ്ങളാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഒരുപാട് മരങ്ങളുണ്ട്, എന്താണ് പേരെന്നൊന്നും അറിയില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ അയ്യപ്പൻ്റെ മാലകളാണ്. എനിക്ക് തോന്നുന്നു മാല ഇട്ടിട്ട് അയ്യപ്പന്മാർ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഊരി വെക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ കാണുന്നതൊക്കെ. അമ്പലത്തിന് പുറകിലോട്ട് പോകുമ്പോൾ ഒരുപാട് പൂവുകൾ നമുക്ക് കാണാം. ആൽമരം, അങ്ങനെ കുറച്ച് ഇവർ നട്ടുപിടിപ്പിച്ച കുറച്ച് ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടികൾ ഇവിടെ അടുത്ത് തന്നെ, ടൗണിന് മുകളിൽ തന്നെയാണ്. കുറച്ച് കുന്നേരിയ ആയതുകൊണ്ട് നല്ല വ്യൂ പോയിൻ്റായിട്ട് നമുക്കിത് കാണാൻ പറ്റും. പാറുകുഞ്ഞുവാവ അച്ഛൻ്റെയും കൂടെ നിന്നിട്ട് താഴെയുള്ള കാഴ്ചകളും പൂക്കളും ചെടികളൊക്കെ കാണുകയാണ്. വണ്ടി പോകുന്നതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വന്നിട്ട് കുറേ സമയമായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്, എല്ലാവർക്കും നല്ല വിശന്നിട്ടിരിക്കുകയാണ്. പോകുന്ന വഴി മന്തി കഴിക്കണം. അപ്പോൾ മന്തി കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കേക്ക് മുറിക്കലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പോകുന്ന വഴി മന്തിയും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ കുഴിമന്തി കഴിക്കാമെന്ന് നമ്മൾ ആദ്യമേ ഇവരോട് പറഞ്ഞതുകൊണ്ടായിരിക്കണം ഇവർക്ക് വേഗം വിശപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അധിക നേരം അവിടെ ഇരിക്കാണ്ട് നമ്മൾ വേഗം, പാർക്കുട്ടിയെക്കാളും തിരക്ക് അവരുടെ ഏട്ടന്മാർക്കാണ്. അപ്പോൾ വേഗം തന്നെ പോകാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പായസം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. കുറച്ച് പായസമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളിതാ പോവുകയാണ് കേട്ടോ. ഈ വർഷം വന്നതുപോലെ തന്നെ ഫാമിലിയോടൊത്ത് അടുത്ത പ്രാവശ്യവും വരാൻ ഇടയാക്കണേ ഈശ്വര എന്ന ഒരു ഏക പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി. കുഞ്ഞാട് നിന്ന് ഉള്ള മന്തി കഴിക്കാനുള്ള മോഹം തെറ്റി. കാരണം ആ കട അടച്ചിട്ടായിരുന്നു ഉള്ളത്. അതുകൊണ്ട് നമ്മൾ മന്തിമോഹം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളിതാ പൊറോട്ടയും വെജിറ്റബിൾ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ആയതുകൊണ്ട് കട തുറന്നിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് മന്തി കഴിക്കാം, പിന്നൊരു ദിവസം കഴിക്കാമെന്ന് വിചാരിച്ച് മന്തിയാണെന്ന് കരുതി ഞങ്ങൾ പൊറോട്ടയും കഴിച്ച്, വെജിറ്റബിൾ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചിക്കൻ കറിയൊന്നും ഇല്ല. അതുകൊണ്ട് അതും കഴിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ഞങ്ങളെ പറ്റിച്ച മന്തിക്കടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മന്തിക്കട അടച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ദിനത്തിലെ പ്രത്യേകതകൾ. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കോ.